പുണ്യ റമദാൻ വരവായി. അതിൻ്റെ കൂടെ ആദ്യ ദിനങ്ങൾ നമ്മളിൽ നിന്ന് യാത്രയായി. മാഷിൻ്റെ നോമ്പുകാലം സുഖകരമായി പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അന്താരാഷ്ട്ര നിലയിലുള്ള ഘട്ടത്തിൽ നിന്ന് നിരീക്ഷിക്കുകയാണെങ്കിൽ ലൈല മജ്നുവിലേക്ക് അലിഞ്ഞു ചേരാനും താല്പര്യമില്ല. ആഭ്യന്തരമായി നിന്ന് പറയുകയാണെങ്കിൽ കാഞ്ചന മൊയ്തീന്റെ വിരഹാതരമായ അവസ്ഥയിലൂടെ കടന്നു പോകാനും താല്പര്യമില്ല. എന്റെ പ്രണയം നിങ്ങളുടെ കൂടെ അലിഞ്ഞു ചേർന്ന് താഴ്ചയിലും ഉയർച്ചയിലും ഒരുമിച്ച് തായ്വാരത്തേക്ക് പോയി കുത്തി ഇതേതോ കമലാസുരയ്യ എഴുതിയ കത്താണ് തോന്നുന്നുണ്ടാവും. അയ്യോ, ഇത്ര മലയാളമല്ലേ. മാനദണ്ഡങ്ങൾ: നിങ്ങൾ നിങ്ങളായിട്ട് നിൽക്കണം. അടക്കി ഞാനായിട്ട് നിൽക്കണം. അത് അങ്ങനെ തന്നെയല്ലേ നിൽക്കണേ. എഴുത്തുകൾ വായിച്ചിട്ട് ഒരു എഴുത്തുകാരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ട്. എന്നാൽ ഞാനൊരു സാധാരണക്കാരി. ഇപ്പോൾ തിരക്കടില്ലല്ലോ. 4 പേപ്പർ A4 അത്താഴ്ചിട്ട് ദീർഘിപ്പിക്കുന്നില്ലാന്ന്. ഇതിനൊന്നും താല്പര്യമില്ല എന്നെനിക്കറിയാം. അതെന്താണെന്നറിയുമോ? നിങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിച്ച പെണ്ണിനെ ഇതുവരെ കാണാത്തത് കൊണ്ടായിരിക്കും. കാണുമ്പോൾ തീരും. അജ്ഞാത എഴുത്തുകാരിയെ കാണാൻ ആഗ്രഹമുണ്ടോ? ഏയ്, എവിടുന്ന്? എല്ലാം ഇവളെന്നെ പറയാ. സാഹിത്യം ഉൾപ്പെടുത്തി. വെരി ഡീപ്പ്. ഇറ്റ്സ് റിയലി ഡീപ്പ്. ഇറ്റ്സ് പീക്ക്. വൗ, വാട്ട് ദ ഫ്ലിക്ക്. നന്മയുള്ളവനാണോ? ദേഷ്യക്കാരനാണോ? നന്മയുള്ളവനാണോ? ക്ഷമയുള്ളവനാണോ? വിശാല മനസ്കനാണോ? സന്ദേശങ്ങൾ തിങ്ങി നിറയുന്നവനാണോ? പ്രണയകുടീരത്തിൽ അകപ്പെട്ടിരിക്കുന്നവനാണോ? ആരാധക പോലുമല്ലാത്ത അജ്ഞാത ശരീരം കണ്ടെടുത്തു. സാമൂഹ്യ മാധ്യമത്തിന്റെ സഹായത്തോടു കൂടി പരിചയപ്പെടണമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. എന്ത് ചെയ്യാൻ, എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല. സാഹിത്യത്തിലൂടെ തന്നെ മറുപടി കൊടുത്താലോ? ഇവക്കുള്ള കത്ത് ഞാൻ തന്നെ ചെയ്തു. പണ്ടത്തെ എനിക്ക് പോലും അറിയില്ല. പിരിയോട്ടിരിക്കാം ഞാൻ. ഈ കത്തിന്റെ ഗതി ചവറ്റുകൊട്ടയിലേക്ക്, അടുപ്പിലേക്കാണോ തീപ്പൊരിയിലേക്കാണോ സ്ഥാനം എന്നൊന്നും എനിക്കറിയില്ല. അപ്പൊ ഒക്കെ അറിയാം. വീണ്ടും മനോഹരമായ രാധാർത്ഥങ്ങളുടെ വാക്കുകളാൽ കണ്ടുമുട്ടാം. പൂമുട്ട് പറയണ്ടോ? കാര്യമാണ്, ആരോടും പങ്കുവെക്കരുത്.